നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റോന്തൂർ പഞ്ചായത്തിലെ വൺവിളയിലാണ്. ശാന്തമ്മ അമ്മ വൺവിള വാലുതുണ്ടൽ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ 2 ആടുകളെ ഒരാഴ്ച മുമ്പ് പുലി പിടിച്ചായിരുന്നു. പുലി പിടിച്ചു, കടിച്ചു കൊന്നു, പകുതി ഭക്ഷിച്ച് കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ അമ്മ താമസിക്കുന്നത് അരിമുക്കിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത വൺവിള എന്ന് പറഞ്ഞ പ്രധാന പാതയാണ്. അച്ചൻകോവിൽ പാതയ്ക്ക് അരികിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ 80 വയസ്സുണ്ട്. അമ്മയുടെ ഉപജീവന മാർഗമാണ് ഈ ആട് വളർത്തൽ, കോഴി വളർത്തൽ. ഇപ്പം പശുവൊന്നുമില്ലല്ലോ, കന്നുകാലിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാത്തിനും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരിക്കലും പുലി ഇറങ്ങാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ പുലി പിടിച്ചതറിഞ്ഞ് ഫോറസ്റ്റുകാരെ കൊണ്ടൊന്ന് കൂടൊക്കെ വെച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുലി കൂട്ടിൽ വീണു. എങ്കിൽ തന്നെ വീണ്ടും ഒരു ഭീതിയൊക്കെ ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിലുള്ള പുലികളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു സംശയമായിരിക്കും, എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. അപ്പോൾ കഴിഞ്ഞ 2 ആടുകൾ പുലി പിടിച്ച് തിന്നതിന് ശേഷം പത്തനാപുരം MLA ജ്യോതികുമാർ ചാമക്കാല 2 കുഞ്ഞാടുകളെ മേടിച്ച് നൽകി. അമ്മ ഇപ്പോൾ ആ ആടിനെയൊക്കെ മോടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഇടാൻ പറ്റത്തില്ല. അമ്മ ഈ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്താണ് ആട് ഇടുന്ന കൂര. അവിടെ നിന്നാണ് പുലി പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ ഒരു കുഞ്ഞാടുണ്ട്. ഈ ആട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ രാത്രി ഈ കുഞ്ഞ് ആടിനെ അമ്മയോടൊപ്പം കിടത്തിയാണ് ഇപ്പോൾ രാത്രി താമസിപ്പിക്കുന്നത്. അത് പേടിച്ചിരിക്കുകയാണ്, കരച്ചിൽ പോലും ഇല്ല. കാരണം പുലി വന്ന് മറ്റേനൊക്കെ പിടിച്ചപ്പോൾ ഈ ആട് പേടിച്ചു, ഒരു ശബ്ദം പോലും ഇല്ലല്ലോ. അപ്പോൾ 80 വയസ്സുണ്ട്. അമ്മയുടെ ഉപജീവന മാർഗ്ഗമാണ്. സഹായിക്കാൻ കഴിയുന്നവർ അമ്മയ്ക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആടിനെയൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആടിനെയോ കോഴിയോ ഒക്കെ മേടിച്ചു കൊടുക്കാനുള്ളവർ മേടിച്ചു കൊടുത്താൽ അമ്മ വളർത്തി ഈ കൊച്ചു കൂരക്കകത്ത് ജീവിക്കണം ഒറ്റയ്ക്ക്. അപ്പോൾ അതൊക്കെ ഒരു സങ്കടകരമായ കാര്യമാണ്. അത് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത്. അമ്മ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഒന്ന് അമ്മയെ സഹായിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ എപ്പോഴാ പുലി വീണത്? രാത്രി 2:30. അറിഞ്ഞോ പുലി വീണപ്പം? അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണിന്റെ കുറ്റി പറഞ്ഞ് ഞാൻ ഇങ്ങനെ വാർക്കഴിഞ്ഞ് നോക്കിയതേ ഉള്ളൂ. ഇറങ്ങറെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ രാവിലെ എന്ന് നോക്കിയപ്പോ അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ എന്നിട്ട് രാവിലെ ഇല്ല, എനിക്ക് ഉറക്കമല്ലോ, ഈ കൊച്ചുകുട്ടി എന്നിട്ടിട്ടേ. ആടിനെ എത്ര എണ്ണത്തിന് അന്ന് എടുത്തോണ്ട് പോയത്? 2 ഒന്നിന്റെ തലയുടെ തല അങ്ങ് തിന്ന് ഒരു കുറഞ്ഞും കൊണ്ടുപോയി. അന്ന് തല തിന്നായിരുന്നു? അന്ന് തലയും തിന്ന. ആദ്യം തന്നെ കുട്ടിക്ക് തലയും തിന്നില്ല. കുട്ടി ഇതുപോലെ തല എടുത്ത് തിന്നോണ്ടിരുന്നപ്പോഴാ ഓടി വന്ന് കടിച്ചിന് പിടിക്കുന്നത്. അപ്പോഴേ ഞാൻ ഓടി ഇറങ്ങിയപ്പോഴേ ഇരുട്ടല്ലോ, കണ്ണ് കാണത്തില്ല. അങ്ങനെ ഞാൻ തപ്പി മേലെ മല കയറിയപ്പോ എനിക്ക് ഒരനക്കവും കേൾക്കുന്നില്ല. പിന്നെ ഞാൻ വെളിയിൽ ഇനി ഇറങ്ങിയപ്പം തപ്പി ആ പ്ലാന്റ് അടുത്തൂടെ വന്നപ്പോൾ കണ്ട് അവിടെ കിടക്കുന്നു. പിന്നെ ഞാൻ എടുത്തോണ്ട് വന്നപ്പോ കഴുത്തിന്റെ അവിടെ ചെല്ലയില്ല മാറ്റി കയറി. അമ്മയെ കേട്ടോ. ഞാൻ കൊച്ചുമാൻ പറഞ്ഞു, അമ്മ ഇത് കണ്ടോ എന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ഈ ചെള്ളയും കൊണ്ടുവന്നു. ആടിനെ ഇടുന്നത്. പോവല്ലോ. അല്ല, ഇപ്പഴാണ് തുറപ്പൊന്നുമില്ല. അങ്ങനെ അടച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് പുലി എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയതല്ലേ? പുലിയാണ് ഈ മൂലയിലെ തളയെ കെട്ടുന്നത്. താണ്ട കിടക്കുന്ന കയറ് താണ്ട കിടക്കുന്നു. കയറ് കടിച്ചു പൊട്ടിച്ചിട്ട് കയറ് മുറിച്ചില്ല, തന്നെ കിടക്കാം. പിന്നെ അവര് വന്നാ കണ്ടിട്ട് കളഞ്ഞ കയറോടെ എടുത്തുണ്ട്. കയറിങ്ങനെ തന്നെ കിടക്കാം. ആടിങ്ങനെ കിടക്കുവാണ്. ഇങ്ങനെ അങ്ങോട്ട് പകുതി തിന്നല്ലയോ? പകുതി തലയും ഒരു കൈയും തിന്നു, ബാക്കി തിന്നില്ല. അതിന് വറ്റൊന്നും പറഞ്ഞിട്ടില്ല, കയറ് കടത്തെ കിടക്കൂല്ലോ. ഓ, അതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോയെങ്കിൽ കാണത്തു. ഇവിടുന്ന് ഇങ്ങനെ ഇതിനു മുമ്പ് വന്യമൃഗങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല. വനമാണല്ലോ ഈ ഭാഗം. ഈ ഭാഗം വനം എന്ന് പറഞ്ഞാൽ ആരുടെയും ശല്യം ഇല്ലാതെ നമ്മൾ ഈ കോൺക്രീറ്റ് താമസിച്ച എത്ര വർഷം കൊണ്ട് 10-50 വർഷം കൊണ്ട്. പത്തനാപുരത്ത് അരിമുക്കിന്ന് 1 കിലോമീറ്റർ ദൂരം പോലും ഇല്ല വൺവിളയിൽ വരാൻ. അപ്പൊ ഇപ്പൊ ഇവിടെ ആനയും എല്ലാം വന്ന് ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വളർത്തിക്കൊണ്ടുവന്ന ഞാൻ എങ്ങനെ ഇതുകൊണ്ടാ എന്റെ ജീവിതം. എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടെന്നും പറഞ്ഞുകൊണ്ടാ ഞാൻ ഇത്രയും ചെയ്തത്. എനിക്ക് എന്തെങ്കിലും പിടിന്ന് വന്നു പോയാൽ അവര് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പട്ടക്കണ്ണ് വെച്ച് പറക്കി കൊടുത്താലേ അതിന്റെ കാശ് എടുത്ത് എന്റെ കാര്യങ്ങൾ. ആദ്യത്തെ 2 ആട് പുലി പിടിച്ചപ്പോഴത്തേക്ക് ചാമക്കാല വന്ന് 2 ആടിനെ പിടിച്ചു തന്നോ? അത് കഴിഞ്ഞ് ചാമക്കാല വന്നത്. ആടിനൊന്നും ഇവിടെ നിന്നില്ല. അത് കൊണ്ടുവന്നപ്പോഴേ പോസ്റ്ററും പറഞ്ഞ ഇനി എവിടെ നിൽക്കണ്ട, അങ്ങോട്ട് ഇതിന്റെ തീരുമാനമായിട്ട് കൊണ്ടുവന്നാ. അങ്ങനെ ആ രാത്രി തന്നെ ഞാൻ കൊണ്ടുപോയി, മക്കൾ അവിടെ കൊണ്ടുപോയി. ഈ ഭാഗത്ത് പുലിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടത് ഞാൻ ഇന്ന് നല്ലപ്പം കാണുക. ഞാൻ കണ്ടിട്ടേ. ഞാൻ ഈ മലയല്ല, എന്റെ കുഞ്ഞുങ്ങൾ മല, ഈ മല മൊത്തം കയറി ഇറങ്ങി ഞാൻ നടന്നവളാ.
ആരുടെ തീറ്റ ശാന്തമ്മ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 80 വയസ്സുണ്ട്. 80 വയസ്സിന് ഇതിലെ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ചെന്നായൊക്കെ കണ്ടിട്ടുണ്ട്, ചെന്നായും പന്നിയൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ പുലിയുടെ ഒരു പുലിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇവിടെ പുലിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെ ഇല്ല, അപ്പുറത്ത് പടിഞ്ഞാറാ വനത്തിനുള്ളിലാ. അവിടെ നമ്മൾ അങ്ങോട്ട് ഈ വളം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വളം ഉണ്ടല്ലോ, ആ വളവിന്റെ ഇടാണ്ട് മേപ്പോട്ട് ഒരു കൊച്ചു റോഡ് എടുക്കും. ആ റോഡിൽ അങ്ങോട്ട് പോയാൽ മതി. ഈ കുഞ്ഞാടിനെ അമ്മ രാത്രി കൂടെ കിടത്തുവപ്പം ഇന്ന് മോനെ എന്റെ കൂടെ കിടക്കുന്നു, അതിനകത്ത് എന്റെ കൂടെ കിടക്കുന്നു. കുറെ ദിവസം കൊണ്ട് കൂട്ടിയിട്ടേക്കോലായിരുന്നു, അതുകൊണ്ട് കരയത്തൊന്നുമില്ല. അത് ഇന്ന് മോനെ എന്റെ കൂടെ കിടന്നു. പേടിച്ചതാ, പേടിച്ചതാ. കരയത്തുമില്ല, വെള്ളം കുടിക്കത്തില്ല, തീറ്റയും നീയല്ല. പുലി വന്ന് പിടിച്ച പിന്നെ ഇളയ കുട്ടിയെ പിടിച്ചില്ലേ, അതുപോലെ പേടിച്ചിരിക്കുക. കരച്ചിലൊന്നുമില്ല, കരയത്തേയില്ലല്ലോ. അതിനുശേഷം മറ്റേ നീ കരയും ഓടിയും വെള്ളം കുടിക്കുകയും തീറ്റയും നീയൊക്കെ ചെയ്തേക്കും. ഇവിടാണ് കൂട് വെച്ചത്. ആ ആട്ടുകുട്ടി അപ്പുറത്തെ റൂമിലിട്ട് അപ്പുറത്ത് രണ്ടിതായിട്ടാണല്ലോ ഇടുന്നത് ഇപ്പൊ. രണ്ടായിട്ടായിട്ടുള്ളൂ. കറക്റ്റ് ഇതിലേക്കടെ പുലി ഇറങ്ങി വരുന്ന ഭാഗം തന്നെ. പുലി ഇറങ്ങി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് വനമല്ലേ, നമ്മൾ കാണുന്നുണ്ടോ? രാത്രി എന്താ കാണാനാ? മഴയങ്ങളായോണ്ടൊന്നും അറിയാം. പിന്നെ മറ്റേ അന്നെങ്കിൽ നേരത്തെ ഒക്കെ ആയിരുന്നു ഞാൻ തന്നെ ആ രാത്രി 2 മണിക്കൊക്കെ മുറ്റത്ത് ഇറങ്ങുന്നത്. ഇപ്പൊ രാത്രി തന്നെയാണോ താമസിക്കുന്നത്? ഞാൻ ഈ കൂരയിലാ. ഈ കൂര കാണുന്ന എന്റെ കൂര ഇതാ, എന്റെ പഴയ അപ്പുറത്തെ വീട് മോന്റെ വീട്. അമ്മച്ചി ആ കൂരക്കകത്ത് കിടക്കുന്നത്. ഞാൻ ഈ കൂര ആടിന്റെ കൂരയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഇറങ്ങി നോക്കണം അതിനുള്ള വയ്യ ഞാൻ ചെയ്തു. ഈ കൂടി സാധനം കൂടെ പടിഞ്ഞാറ് കിഴക്കോട്ടൊന്ന് മാറ്റും. പിന്നെ മഴയായോണ്ട് സൗണ്ട് ഒന്നും കേട്ടില്ല. സൗണ്ട് കേട്ടില്ല. മഴ എന്ന് പറഞ്ഞാൽ തനുവിനാന്ന് നിൽക്കുമായിരുന്നു. കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഫോറസ്റ്റുകാർ കൂട് വെച്ചതല്ലയോ? അത് കൂട് വെച്ചോ അങ്ങനെ തന്നെ. വെള്ളമൊക്കെ നല്ല എപ്പോഴും ഞങ്ങൾ കണ്ട ആ കാട് കിടക്കുന്നതാ ഞങ്ങൾ കുളിക്കുന്നിടം. പണ്ട് എല്ലാം മാഞ്ചിയൊക്കെ മുറിഞ്ഞോണ്ടാ ഇപ്പൊ ഈ തോടങ്ങ് നികർന്നത്. അങ്ങനെ ഞങ്ങൾ കുളിച്ചോണ്ടൊക്കെ ഉണ്ടപ്പോൾ ഈ ഉണക്കുന്ന സമയത്ത് ആന വന്ന് ആ പാറയൊന്ന് താഴോട്ട് തുമ്പിക്കൈ ഇട്ട് വെള്ളം കുടിക്കുന്നു. ആന വരുമല്ലേ? ആന ഉണ്ടായിരുന്നു. ആട്ട് വളർത്തലൊക്കെ ഇനി നടക്കും. ഇനിയിപ്പോ ഈ പുലിയുടെ കൂടുള്ള പുലികളൊക്കെ കാണും ഇവിടെ. എന്തോന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ സാർമാരെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഈ വനം മൊത്തവും കയറി ഇറങ്ങി. ഇപ്പൊ 2 വർഷം കൊണ്ടേ ഉള്ളു ഞാൻ കയറാട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കാലിന്റെ മുട്ട് വയ്യ, അതുകൊണ്ടാ കയറി പോകട്ടെ. ഇപ്പൊ ഈ എന്റെ കയ്യിൽ നിന്ന് ആടിനെ ഈ മഴയെ പോലും കയറ്റി ചെയ്യാൻ പറ്റത്തില്ല, തിന്നിട്ടുമില്ല. ഞാൻ കുടിയുടെ ഒക്കെ പോയാൽ തീറ്റയായിട്ടൊന്നും കൊടുക്കുന്നത് എന്റെ മുണ്ട് വറ്റി മുറിച്ച് അവർക്ക് ആഹാരം കൊടുക്കുന്നത്. ഇവിടെങ്കിലും ഞാൻ പോകത്തില്ല. അമ്മ ഇങ്ങനെ കുടിയുടെ ഒക്കെ പോയി കൊണ്ടുവരും. അപ്പൊ ഈ പുലിശല്യം ഇപ്പൊ നമുക്ക് അറിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ എല്ലാത്തിനും വളർത്താനൊരു പേടിയല്ല. വളർത്താനൊരു പേടിയാ. ഇനി അവര് പറഞ്ഞ് സാറന്മാര് പറഞ്ഞ് ഓണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കണോ, ആടിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞിട്ട് അവരെ ക്യാമറ ആടിനെ MLA ആടിനെ മോടെ വീട്ടിലാക്കി, മോക്കളെ വീട്ടിലാക്കി. ഒരാടുണ്ടല്ലോ, ഓർമ്മല്ല, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് കിടത്ത. ആട്ടും കൂടെ അടുത്ത അമ്മച്ചി താമസിക്കുന്നല്ലയോ? ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ശബ്ദം കേട്ടാ അറിയാല്ലയോ? ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ശബ്ദം കേട്ടാ അറിയാല്ലയോ? എനിക്കറിയാം. അപ്പൊ തൊട്ടടുത്താണ്ട് അറിയാമെങ്കിൽ തന്നെ മഴ സമയത്ത് ഒട്ടും അറിയത്തില്ലല്ലേ? മഴ ശബ്ദമാകുമ്പോഴത്തേക്ക് പാറയുടെ ഇരപ്പ്. ഇനിയിപ്പം ഈ ഒരു കുഞ്ഞാട് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളു. അവര് പറഞ്ഞ ആനെ കൊണ്ട് പോണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി എന്തോ രാത്രി കിടക്കുമ്പോ അകത്ത് കയറ്റുമോ? അന്നമ്മമാരകത്ത് കയറ്റും. കിടക്കുന്നത് കയറ്റുമല്ലയോ? മറ്റേതെല്ലാം കൂട്ടി കിടക്കുമല്ലായിരുന്നു. മറ്റേത് അവിടെ അതിനകത്ത് കിടന്നെങ്കിൽ അത് തള്ളിയിട്ടിട്ട് കയറാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിനെ രാത്രി ആകുമ്പോ നമ്മുടെ കിടക്കുന്ന സ്ഥലത്തോട്ട് കയറ്റിവിടും. അടുത്ത് കയറ്റിവിടും. ഇപ്പൊ അതിനെ കൂട്ടിയിട്ടോണ്ട് മറ്റേ ഇതിന്റെ കൂട്ടത്തിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞപ്പോ കരയുന്നില്ല. ശരി. ഞാൻ ഇപ്പൊ കെട്ടിയിട്ടേക്കോ, ഞാൻ എന്തെങ്കിലും എങ്ങും പാനക്കത്തില്ല. അപ്പൊ ആട്ടും കൂടും കിടക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. എന്നിട്ട് പോലും നമ്മൾ അറിഞ്ഞില്ല. ഇതുകൊണ്ടായിരുന്നു നമ്മുടെ ഉപജീവനം. എന്റെ ജീവിതം ഇതുകൊണ്ടാ. സത്യം പറഞ്ഞ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നെ നമ്മൾ ഇത്രയും നാളും കെട്ടി വെച്ചത്. 2.5 കുപ്പി പാല് കറക്കാൻ തള്ളയുടെ അത് കറക്കാതെ ഞാൻ ഈ കുട്ടിയെ കൊടുക്കുവായിരുന്നു. 2 പെൺകുട്ടികളെ. ഇത് 3ാമത്തെ പ്രസവോ 4ാമത്തെ കൂട്ടത്തിൽ വിടണമെന്ന് പറഞ്ഞ് നിർത്തിയതാ.